Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Evaluate integral 0 to 1, integral 0 to 1 minus x, root of x plus y into y minus 2x square dy dx. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ നിന്ന് ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ നമുക്ക് ചേഞ്ച് ഓഫ് വേരിയബിൾ കൊടുത്തിട്ട് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 2y y മൈനസ് 2x ആണ് രണ്ട് ടേംസ് എടുക്കുന്നത്. അപ്പോൾ അതിന് രണ്ടിനും യുന്നും വിന്നും കൊടുക്കാം. അപ്പോൾ റീജിയൻ നമുക്കിതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റീജിയൻ. എക്സ് ഈക്വൽ ടു 0 to 1 മുതൽ വരെ. പിന്നെ വൈ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് ഈ വാരിയേഷൻ നോക്കിയാൽ അറിയാം. എക്സിൻ്റെ വാരിയേഷൻ 0 to 1 മുതലും വൈയുടെ വാരിയേഷൻ 0 to 1 മൈനസ് എക്സ് വരെയാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്നുള്ളത് കിട്ടും. വൈ ഈക്വൽ ടു 0 മുതൽ വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് വരെയുണ്ട്. വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നുള്ള ലൈനാണ്. അങ്ങനെയാണ് ഈ ഗ്രാഫ്, ഈ റീജിയൻ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പുട്ട് യു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആൻഡ് വി ഈക്വൽ ടു വൈ മൈനസ് 2x കൊടുക്കാം. അപ്പോൾ ഫ്രം ദാറ്റ് എക്സ് ഈക്വൽ ടു യു ബൈ 3 മൈനസ് വി ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ ഇത് കിട്ടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. യു മൈനസ് വി ചെയ്യുക. യു മൈനസ് വി ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്തെടുക്കാം. ഇവിടെ വൈ ഉണ്ട്, ഇവിടെയും വൈ ഉണ്ട് അല്ലേ. അപ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു മൈനസ് വി ചെയ്തിട്ടുണ്ട് എങ്കിൽ യു മൈനസ് വി ചെയ്താൽ നമുക്ക് വൈ പോയിട്ട് 3x ഈക്വൽ ടു യു മൈനസ് വി എന്ന് കിട്ടും. ഫ്രം ദാറ്റ് എക്സ് ഈക്വൽ ടു 1/3 ഇൻറ്റു യു മൈനസ് വി, ദാറ്റ് ഈസ് യു ബൈ 3 മൈനസ് വി ബൈ 3 എന്ന് കിട്ടും. അതുപോലെ വൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 2y മൈനസ് എക്സ് ഈക്വൽ ടു യു പ്ലസ് വി എന്ന് കിട്ടും. 2y മൈനസ് എക്സ് ഈക്വൽ ടു യു പ്ലസ് വി എന്ന് കിട്ടും. ഫ്രം ദാറ്റ് 2y ഈക്വൽ ടു യു പ്ലസ് വി മൈനസ് എക്സിൻ്റെ വാല്യൂ യു ബൈ 3 മൈനസ് വി ബൈ 3 എന്നുള്ളത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ 2y അല്ലേ കിട്ടി. ഫ്രം ദാറ്റ് y എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2u ബൈ 3 പ്ലസ് വി ബൈ 3 എന്നുള്ളത് കിട്ടും. അങ്ങനെ എക്സും വൈയും യുവിൻ്റെയും വിൻ്റെയും ടേംസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലെ ഓരോ ലൈനും കൺവേർട്ട് ചെയ്ത് പുതിയ റീജിയൻ മാപ്പ് ചെയ്തിട്ടുള്ള പുതിയ റീജിയൻ ഏതാണെന്ന് നമ്മൾ സ്കെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലാദ്യം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നുള്ള ലൈനാണ് നമ്മൾ മാപ്പ് ചെയ്യാൻ പോകുന്നത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നുള്ള ലൈൻ ഇതിൽ കൊടുക്കുക. എക്സിൻ്റെ പ്ലേസിൽ ഇത് കൊടുക്കുക, വൈയുടെ പ്ലേസിൽ ഇത് കൊടുക്കുക. ഇത് സോൾവ് ചെയ്തെടുക്കും. നമുക്ക് യു ഈക്വൽ ടു 1 എന്നുള്ള ലൈനാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ്ങിൽ യു ഈക്വൽ ടു 1 എന്നുള്ള ലൈൻ വരയ്ക്കുക. ഇനി അതിൻ്റെ വാരിയേഷൻ എവിടെ മുതൽ എവിടെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയേ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നുള്ള ലൈൻ അല്ലേ. അവിടെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ വാരിയേഷൻ ശരിക്കും വരുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, പ്രത്യേകിച്ച് ഇതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ വാരിയേഷൻ വരുന്നത് 0 to 1 മൈനസ് എക്സ് എന്നുള്ള വാരിയേഷനാണ് വരുന്നത്. 0 to 1 മൈനസ് എക്സ് എന്നുള്ള വാരിയേഷനാണ് വരുന്നത്. അപ്പോൾ വൈയുടെ ഇതിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ ഇപ്പോഴത്തെ വാരിയേഷൻ നോക്കാനായിട്ട് യു ഈക്വൽ ടു 1 എന്നുള്ള വാരിയേഷൻ തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ യു ഈക്വൽ ടു 1 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. പിന്നെ ബാക്കി ഭാഗങ്ങൾ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കിട്ടിക്കോളും. അപ്പോൾ യു ഈക്വൽ ടു 1 മാത്രം തൽക്കാലം വരച്ചാൽ മതി. പിന്നെ എക്സ് ഈക്വൽ ടു 0 ഇൻമേൽ കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് കൊടുത്താൽ യു ബൈ 3 മൈനസ് വി ബൈ 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഫ്രം ദാറ്റ് യു ബൈ 3 ഈക്വൽ ടു വി ബൈ 3 എന്ന് കിട്ടും. ബൈ 3 എന്നുള്ളത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി ഈക്വൽ ടു യു എന്നുള്ള ലൈൻ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് വി ഈക്വൽ ടു യു എന്നുള്ള ലൈനാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഈക്വൽ ടു യു എന്നുള്ള ലൈൻ വരയ്ക്കുക. അപ്പോൾ വി ഈക്വൽ ടു യു എന്നുള്ള ലൈൻ ഇവിടെ യു ഈക്വൽ ടു 1നെ 1 എന്നുള്ള പോയിന്റിൽ കട്ട് ചെയ്യും. ഓക്കെ. ഇനി വൈ ഈക്വൽ ടു 0 എന്നുള്ള ലൈൻ കൊടുക്കുക. വൈ ഈക്വൽ ടു 0 എന്നുള്ളത് കൊടുത്താൽ 2u ബൈ 3 പ്ലസ് വി ബൈ 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ 2u ഈക്വൽ ടു 2u ബൈ 3 ഈക്വൽ ടു മൈനസ് വി ബൈ 3 കിട്ടും. അതിൽ നിന്ന് ബൈ 3 എന്നുള്ളത് രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു മൈനസ് 2u എന്ന് കിട്ടും. അപ്പോൾ വി ഈസ് ഈക്വൽ ടു മൈനസ് 2u എന്നുള്ള ലൈൻ വരയ്ക്കുക. അതായത് ഇതാണ് വി ഈസ് ഈക്വൽ ടു മൈനസ് 2u. കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ട് വരച്ച് നോക്കിയാൽ മതി. വി ഈസ് ഈക്വൽ ടു മൈനസ് 2u എന്നുള്ള ലൈൻ വരയ്ക്കുക. അപ്പോൾ അത് ഇവിടെ വരെയാണ് വരിക. അപ്പോൾ മൈനസ് 2u എന്നുള്ളത് വരുമ്പോൾ യു ഈക്വൽ ടു മൈനസ് 2 വരെയാണ് നമുക്കിവിടെ ഈ മൈനസ് 2 എന്നുള്ള പോയിന്റിൽ യു ഈക്വൽ ടു 1 എന്നുള്ള ലൈൻ വി ഈസ് ഈക്വൽ ടു മൈനസ് 2u എന്നുള്ള ലൈനെ മൈനസ് 2 യുവിന് 1 കൊടുക്കുമ്പോൾ മൈനസ് 2 എന്നുള്ള പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ കിട്ടുന്നത്.
ഇനി അതിൻ്റെ ജക്കോബിയൻ കണ്ടുപിടിക്കണം. ജക്കോബിയൻ കണ്ടുപിടിക്കുക. ഡോ എക്സ് ബൈ ഡോ യു ഡിറ്റർമിനൻറ്റ് ഡോ എക്സ് ബൈ ഡോ യു കണ്ടുപിടിച്ച് എഴുതുക. അത് 1/3 ആണ് കിട്ടുക. ഡോ എക്സ് ബൈ ഡോ വി അത് -1/3. ഡോ വൈ ബൈ ഡോ യു അത് 2/3. ഡോ വൈ ബൈ ഡോ വി അത് 1/3. ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എന്നുള്ളത് യുവിൻ്റെ വാരിയേഷൻ 0 to 1 ആണെന്നുള്ളത് ഈ ട്രാൻസ്ഫോം ചെയ്ത ഫിഗറിൽ നോക്കുക കേട്ടോ. ഫിഗറിൽ നോക്കിയിട്ട് വേണം ഏകദേശം വാരിയേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് വാരിയേഷൻ വെച്ചിട്ട് പറയാൻ പറ്റണം. വാരിയേഷൻ വെച്ചിട്ട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ നന്നായിട്ട് ഇവിടെ ഗ്രാഫ് വെച്ച് പറയാൻ പറ്റും. ഇവിടെ യുവിൻ്റെ വാരിയേഷൻ നമുക്കറിയാം 0 to 1 ആണ് വരുന്നത്. പിന്നെ വിയുടെ വാരിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ യു ആണ് അല്ലേ. ഇവിടെ വി ഈസ് ഈക്വൽ ടു -2u എന്നുള്ള ലൈനാണ്. ഇവിടെ വി ഈസ് ഈക്വൽ ടു യു എന്നുള്ള ലൈനാണ്. അപ്പോൾ വിയുടെ വാരിയേഷൻ വരെ -2u മുതൽ യു വരെയാണ്. ഫിഗറിൽ നോക്കി പറഞ്ഞാൽ മതി അത്. മറ്റേ യു ഈക്വൽ ടു 1 സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് അതിൻ്റെ വാരിയേഷൻ 0 to 1 വരെ. പിന്നെ വിയുടെ ചെരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചെരിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ആ ലൈൻ്റെ ഇക്വേഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് -2u മുതൽ യു വരെയാണ് വരിക. പിന്നെ ഇത് നമുക്ക് യു റേസ് ടു 1/2 എഴുതാം. വി സ്ക്വയറിന് എഴുതാം. മോഡുലസ് വാല്യൂ ഓഫ് ജക്കോബിയൻ വേണം. ഡി വി ഡി യു വേണം. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിയുടെ വാരിയേഷൻ യുവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വി വെച്ചിട്ടുള്ള ഇൻ്റഗ്രേഷൻ ആദ്യം ചെയ്യുക. അതിനുശേഷം ലിമിറ്റൊക്കെ കൊടുത്ത ശേഷം വീണ്ടും യു വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കിട്ടിയതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുത്തിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമുക്ക് യു റേസ് ടു 7/2 എന്ന് കിട്ടും. എന്നിട്ട് അതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുക. 2/9 എന്നാണ് ആൻസർ കിട്ടുക കേട്ടോ. ഇൻ്റഗ്രേഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വാരിയബിൾ ചേഞ്ച് നമുക്ക് ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ കേസിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു വാരിയബിളും കൂടി കൂടുതൽ വരും. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് യു വി ഡബ്ല്യു, വൈ ഈക്വൽ ടു ജി ഓഫ് യു വി ഡബ്ല്യു ആൻഡ് സെഡ് ഈക്വൽ ടു എച്ച് ഓഫ് യു വി ഡബ്ല്യു. സെഡ് കോർഡിനേറ്റും കൂടി വരും. എക്സ് വൈ സെഡ് പ്ലെയിനിലാണ് അത് വരുന്നത്. And be a one-to-one transformation T from a region E into a UVW space to a region D in XYZ space. അവിടെ പറഞ്ഞ റീജിയൻസ് ഒക്കെ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഫോർമുല നോക്കിയാൽ മതി. ഫോർമുല വരുന്നത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് XYZ ഡി വി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ വരുമ്പോൾ വോളിയ അല്ലേ വരിക. അവിടെ കറസ്പോണ്ടിംഗ്ലി സർഫസ് ഏരിയ ആയിരുന്നിടത്ത് ഇവിടെ നമുക്ക് വോളിയാണ് വരിക. ട്രിപ്പിൾ ഇൻ്റഗ്രലിലേക്ക് വരുമ്പോൾ സ്പേസിലേക്ക് വരുമ്പോൾ അപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് XYZ ഡി വി ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് യു വി ഡബ്ല്യു, വൈക്ക് പകരം ജി ഓഫ് യു വി ഡബ്ല്യു, സെഡിന് പകരം എച്ച് ഓഫ് യു വി ഡബ്ല്യു. മോഡുലസ് വാല്യൂ ഓഫ് ഇത് ജക്കോബിയൻ ആണ്. ജെ ഓഫ് യു വി ഡബ്ല്യു എന്ന് എഴുതിയാലും മതി കേട്ടോ. ജെ ഓഫ് യു വി ഡബ്ല്യു, ജെ ഓഫ് യു വി ഡബ്ല്യു എന്നാണോ ജെ ഓഫ് എക്സ് വൈ എന്നാണോ? ജെ ഓഫ് യു വി എന്നല്ലേ ഇവിടെ എഴുതിയത്. അപ്പോൾ ഇവിടെ ജെ ഓഫ് യു വി ഡബ്ല്യു എന്ന് എഴുതിയാൽ മതി. ഡി വി ഡാഷ് എഴുതുന്നതിന് പകരം നോട്ടിൽ നിങ്ങൾ എഴുതുമ്പോൾ ഡി യു ഡി ബി ഡി ഡബ്ല്യു എന്ന് എഴുതിയാൽ മതി. ഇത് എഴുതുമ്പോൾ വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. ആ ഒരു മുമ്പ് പറഞ്ഞ പോലെ തന്നെ പൊക്കോട്ടെ. ഇനി ജെ ഓഫ് യു വി ഡബ്ല്യു ഈ നൊട്ടേഷൻ യൂസ് ചെയ്യേണ്ട, പകരം ജെ ഓഫ് യു വി ഡബ്ല്യു എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഡിറ്റർമിനൻറ്റിലുള്ള ഫോർമുല ഡിറ്റർമിനൻറ്റ് ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു, ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ ഡബ്ല്യു, ഡോ സെഡ് ബൈ ഡോ യു, ഡോ സെഡ് ബൈ ഡോ വി, ഡോ സെഡ് ബൈ ഡോ ഡബ്ല്യു. അപ്പം ഇതും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി ഒരു നോട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്പെറിക്കൽ കോർഡിനേറ്റ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ജക്കോബിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നോട്ടിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ഇങ്ങനെ സ്പെറിക്കൽ കോർഡിനേറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ജക്കോബിയൻ്റെ ഫോർമുല ജക്കോബിയൻ ആണ് കേട്ടോ. ജെ ഓഫ് യു വി ഡബ്ല്യു ആണ്. റോ സ്ക്വയർ സൈൻ ഫൈ ആയിരിക്കും. റോ സ്ക്വയർ സൈൻ ഫൈ ഡയറക്റ്റ് ഫോർമുലയാണത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കി നോക്കാം. ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇത് അവിടെ തന്നിട്ടുണ്ട്. 0 to 3, 0 to 4, y/2 to y/2 + 1, 2x - y/2 + z/3 dx dy dz. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. 2x - y/2ന് യു എന്ന് കൊടുക്കുക. പിന്നെയുള്ള 2x - y/2ന് യു എന്ന് കൊടുക്കുക. y/2ന് വി കൊടുക്കുക. ആൻഡ് w ഈക്വൽ ടു z/3 എന്ന് കൊടുക്കുക. ഓക്കെ, ആ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിലേ പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് അറിയില്ലായിരുന്നു, പക്ഷേ അത് ക്വസ്റ്റ്യനിലേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി നോക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം എക്സ് എന്താണെന്നുള്ളത്. എക്സ് ഈക്വൽ ടു നമുക്ക് ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് യു എന്ന് കിട്ടും. വൈ ഇതിൽ നിന്ന് v/2 ആണെന്ന് കിട്ടും. അങ്ങനെ പല കാൽക്കുലേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എക്സ് ഈക്വൽ ടു യു പ്ലസ് വി എന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. യു പ്ലസ് വി ഇല്ല y/2 അല്ലേ ഇവിടെ വരിക. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ഈക്വൽ ടു യു പ്ലസ് y/2 എന്ന് കിട്ടും. y/2 വി ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു യു പ്ലസ് വി എന്ന് എഴുതാൻ പറ്റും. ഇനി y ഈക്വൽ ടു ഡയറക്റ്റ് എഴുതാം 2v ആണ്. z ഈക്വൽ ടു 3w ആണ്. അതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. എക്സ് ഈക്വൽ ടു യു പ്ലസ് വി, വൈ ഈക്വൽ ടു 2v, z ഈക്വൽ ടു 3w ആണ് റിലേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് തന്നിരിക്കുന്ന റിലേഷൻ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന തന്നക്കടത് വെച്ചിട്ടുള്ള റീജിയനാണ് ഇവിടെ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു y/2 പ്ലസ് 1 എന്നുള്ള റീജിയൻ കാണിച്ചിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു y/2 കാണിച്ചിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്തതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ചേഞ്ച് വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എക്സ് ഈക്വൽ ടു യു പ്ലസ് വി, വൈ ഈക്വൽ ടു 2v ആൻഡ് z ഈക്വൽ ടു 3w ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. പിന്നെ ഒരു സർഫസ് നമുക്കിത് 6 സർഫസസ് വരുന്നുണ്ട്. ക്യൂബ് പോലത്തെ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ബോക്സ് പോലത്തെ ഷേപ്പ് ആയതുകൊണ്ട് 6 ഫേസ് വരുന്നുണ്ട്. ഒന്ന് എക്സ് ഈക്വൽ ടു, അത് ഈ വാരിയേഷൻസ് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രേഷനിൽ വരുന്ന വാരിയേഷൻസ് എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 0 ടു വൈ ഈക്വൽ ടു 4, z ഈക്വൽ ടു 0 ടു z ഈക്വൽ ടു 3, y ഈക്വൽ ടു 0 ടു y ഈക്വൽ ടു 4 ആൻഡ് x ഈക്വൽ ടു y/2 ടു x ഈക്വൽ ടു y/2 പ്ലസ് 1. അതാണ് തന്നിരിക്കുന്ന 6 റീജിയൻസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു y/2 മേൽ എന്താ ചേഞ്ച് ഉണ്ടാവണമെന്ന് നോക്കാം. എക്സ് ഈക്വൽ ടു y/2 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യു പ്ലസ് വി ആണ് എക്സ്. അപ്പോൾ യു പ്ലസ് വി is ഈക്വൽ ടു y/2 എന്ന് പറഞ്ഞാൽ 2v/2 ദാറ്റ് ഇസ് ഈക്വൽ ടു വി. അപ്പോൾ യു ഈക്വൽ ടു 0 എന്ന് എടുക്കും. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് യു ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എക്സ് ഈക്വൽ ടു y/2 പ്ലസ് 1 ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യു ഈക്വൽ ടു 1 കിട്ടും. y ഈക്വൽ ടു 0 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ 2v ഈക്വൽ ടു 0, ഫ്രം ദാറ്റ് v ഈക്വൽ ടു 0. y ഈക്വൽ ടു 4 കൊടുത്തു കഴിഞ്ഞാൽ 2v ഈക്വൽ ടു 4, അതിൽ നിന്ന് v ഈക്വൽ ടു 2. z ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ 3w ഈക്വൽ ടു 0, ഫ്രം ദാറ്റ് w ഈക്വൽ ടു 0. z ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് 3w ഈക്വൽ ടു 3, അതിൽ നിന്ന് w ഈക്വൽ ടു 1. അപ്പോൾ ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മീൻസ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന സർഫസുകൾ, ഇക്വേഷൻസ്. ഇനി നമുക്കിതിൻ്റെ ജക്കോബിയൻ അറിയണം. അപ്പോൾ ജക്കോബിയൻ എഴുതാം. ഡോ എക്സ് ബൈ ഡോ യു കാണാം 1 ആണ് കിട്ടുക. ഡോ എക്സ് ബൈ ഡോ വി 1, ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു 0. അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കുക. എന്നിട്ട് ഡിറ്റർമിനൻ്റ് വാല്യൂറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. ഡിറ്റർമിനൻ്റ് വാല്യൂറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ ഇൻ്റഗ്രലിന് പകരം ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം സെഡിന് പകരം ഡബ്ല്യുവിൻ്റെ വാരിയേഷൻ, അതായത് 0 ടു 1 ആണ് ഡബ്ല്യുവിൻ്റെ വാരിയേഷൻ വരണേ. വൈക്ക് പകരം വിയുടെ വാരിയേഷൻ, അതായത് 0 ടു 2 ആണ് വിയുടെ വാരിയേഷൻ വരണേ. 0 ടു 2 ആണ് വിയുടെ വാരിയേഷൻ വരണേ. പക്ഷേ അതിൽ നിന്ന് വൈയുടെ വാരിയേഷൻ എന്ന് പറയുന്നത് വൈയുടെ വാരിയേഷൻ 0 ടു 2 ആയിരുന്നു. വിയുടെ വാരിയേഷൻ വരുന്നത് അപ്പോൾ വിക്ക് കറസ്പോണ്ടിങ്ങിലി എന്താ വരിക, വൈയുടെ വാല്യൂ 0 ആകുമ്പോൾ വിയുടെ വാല്യൂ 0, വൈയുടെ വാല്യൂ 4 ആയിരുന്നില്ലേ, എന്തായിരുന്നു മിനിറ്റ്, വൈയുടെ വാല്യൂ 4 ആകുമ്പോൾ വിയുടെ വാല്യൂ 2. ഓക്കെ, അത് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 0 ടു 2 ആണ് വിയുടെ വാരിയേഷൻ വരുന്നത്. പിന്നെ നമുക്ക് എക്സിന് പകരം യുവിൻ്റെ വാരിയേഷൻ 0 ടു 1 ആണ് വരുന്നത്. കറക്റ്റ് അതുപോലെ തന്നെ സർഫസുകൾ കിട്ടിയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് യു പ്ലസ് ഡബ്ല്യു, മോഡുലസ് വാല്യൂ ഓഫ് ജക്കോബിയൻ, ഡി യു ഡി വി ഡി ഡബ്ല്യു. മോഡുലസ് വാല്യൂ ഓഫ് ജക്കോബിയൻ 6 ആണ് വരുന്നത്. പിന്നെ ഇതെല്ലാം നമ്പേഴ്സ് ആയതുകൊണ്ട് വളരെ എളുപ്പമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല. ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം. എന്നിരുന്നാലും ആദ്യം വേണമെങ്കിൽ വ്യൂ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തോളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുക. പിന്നെ വി വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. ഡബ്ല്യു വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമ്പേഴ്സ് മാത്രമായിട്ട് അങ്ങനെ ലിമിറ്റിൽ വരുമ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. ഏത് ആദ്യം ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുടെ ആദ്യം ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ആൻസർ നമുക്ക് 12 എന്നാണ് കിട്ടുക. ഓക്കെ.